ഹായ് ഓൾ, ദിസ് ഈസ് തേഴ്സ്ഡേ മോർണിംഗ്. ലാസ്റ്റത്തെ ഒരു വീഡിയോ കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് ഏകദേശം ഒരു 3 മണിക്കൂറാവുന്നു. ഐ ഗോട്ട് 14 ന്യൂ സബ്സ്ക്രൈബേഴ്സ്. ഞാൻ ചാനൽ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കുന്നു. എൻ്റെ വീഡിയോ വേർത്തല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇത്രയും സമയം സ്പെൻഡ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊക്കെ വളരെ ഇമോഷണലായിട്ട് ഷെയർ ചെയ്തപ്പോൾ ദോസ് 14 പീപ്പിൾ ഔട്ട് ദെയർ, അവരത് എൻ്റെ ഐ ഡോണ്ട് നോ ഹൗ ടു സേ ദിസ്. താങ്ക് യു സോ മച്ച്. ഐ വാസ് കംപ്ലീറ്റ്ലി ഡൗൺ. എനിക്കൊരു ഇൻട്രസ്റ്റും തോന്നുന്നില്ലായിരുന്നു വീഡിയോ ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഒക്കെ. ആൻഡ് അപ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് എടുക്കാമെന്നാണ് ഞാൻ കരുതിയത്. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരൊറ്റ വീഡിയോയിൽ ഇതുവരെ എനിക്കൊരു 14 പേരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ആ കാണിച്ച ഇറ്റ് വാസ് ജസ്റ്റ് യുവർ സിംഗിൾ ക്ലിക്ക്. ഇതിൽ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഇറ്റ് ഈസ് റീച്ചിങ്, അങ്ങനത്തെ ആ ഒരു ഇഷ്ടമുള്ള കുറച്ച് ഓഡിയൻസിലേക്ക് ഇത് എത്തുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കറക്ഷൻ, നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത്. പിന്നെ ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് ഞാൻ എൻ്റെ ഒരു സെറ്റ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, ദ ബേ ഗേൾസ് എന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്. അതിലും ഞാൻ പറഞ്ഞു, ഞാൻ മാക്സിമം ഒരു നെക്സ്റ്റ് ജൂലൈ വരെ നോക്കും. ഒരു വർഷത്തിൽ കൂടുതൽ ഇത് ക്ലിക്ക് ആവുന്നില്ലെങ്കിൽ ഇതിങ്ങനെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഞാൻ ജൂലൈയിൽ ഷട്ട് ഡൗൺ ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. ആൻഡ് ദേ ഓൾസോ ഷെയർഡ് ദ വീഡിയോ. അപ്പോൾ ആര് വഴിയാണ് നിങ്ങളുടെ വീഡിയോ എത്തിയതെങ്കിലും ഐ എം വെരി താങ്ക്ഫുൾ ടു ഈച്ച് വൺ ഓഫ് യു. പ്ലസ് അതിനേക്കാൾ എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കറണ്ട് സബ്സ്ക്രൈബേഴ്സിനോടാണ്. യുവർ കമൻറ്റ്സ്, അതിലെ ഓരോ വേർഡ്സ്, വലിയ വലിയ പാരാഗ്രാഫ്സൊക്കെ ടൈപ്പ് ചെയ്തിട്ടവരുണ്ട്. നിങ്ങളുടെ അത്രയും സമയം എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാനായിട്ട്, എന്നെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ എടുത്തതിന് താങ്ക് യു സോ മച്ച് കേട്ടോ. പാക്കറ്റിലെ ബൂസ്റ്റ് ബാക്കി വായി തട്ടുന്നതിനിടയിലാണ് പാല് പൊങ്ങിപ്പോയത്. അപ്പോൾ ഇതിനി ഉണങ്ങി പിടിച്ചാൽ അത് നമുക്ക് തുടച്ചു മാറ്റാനായിട്ട് പാടായിരിക്കും. അത് അപ്പോഴും ചെയ്താൽ അപ്പോൾ കഴിഞ്ഞു, അവിടെ ഉണങ്ങി പിടിച്ചിരിക്കത്തതുമില്ല. അപ്പോൾ ഞാൻ അതങ്ങ് തുടച്ചെടുത്തു കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ഫേസ് അങ്ങ് കഴിഞ്ഞു, ആ ഒരു ഡൗൺ ടൈം കഴിഞ്ഞു. നമുക്കിനി ഇന്നത്തെ കടൽ ഓഫ് ദ ഡേ ഒക്കെ കണ്ടൊന്ന് ഉഷാറാവാം. ദ സ്കൈ ആൻഡ് ദ സീ, അതെല്ലാം ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനത് കുറച്ചധികം നേരം ഫ്രെയിമിൽ വെച്ചു. നേച്ചർ കുറച്ചധികം നേരം കാണിക്കാൻ, കടൽ കുറച്ചധികം നേരം കാണിക്കാൻ പറഞ്ഞതൊക്കെ ഐ അക്സെപ്റ്റ് ഇറ്റ്. എനിക്കിത് മനസ്സിലാവും. പക്ഷേ നമ്മുടെ സമയത്തിൻ്റെ കാര്യമാണ്. എനിക്ക് ഉറങ്ങണം. രാവിലെ ഞാൻ എത്ര എനിക്ക് ഉറങ്ങാൻ പറ്റുമോ അത്ര ഉറങ്ങാൻ വേണ്ടിയിട്ട് തലേന്ന് ഒരുപാട് പരിപാടികൾ തീർത്ത് വെച്ചിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട് രാവിലെ പോയി കടപ്പുറത്ത് പോയി വിഷ്വൽസൊക്കെ എടുക്കണം എന്നുണ്ട്. പക്ഷേ സ്കൂളുള്ള സമയത്ത് എനിക്കതിന് നേരം കിട്ടത്തില്ല രാവിലെ പോകാനായിട്ട്. ഐ നോ, കടൽ ഇത്രയും അടുത്ത് കിടക്കുന്നതിൻ്റെ അഹങ്കാരമാണ്. മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ ഇനിയിപ്പോൾ സാറ്റർഡേ സൺഡേ അത് ചെയ്യാമെന്ന് വെച്ചാലും എണീക്കുന്നത് നട്ടംപുറ വെയിലത്തായിരിക്കും. ആ സമയത്ത് ഞാൻ കടപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ 2 മാസം ചെയ്ത സ്കിൻ കെയർ ഒക്കെ ഷൂന്നും പറഞ്ഞൊരു 3 മിനിറ്റിലില്ലാണ്ടാവും. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ കടപ്പുറത്ത് ഇപ്പോൾ ഞങ്ങളുടെ വീടിന് കറക്റ്റ് നേരെ JCB വണ്ടിയൊന്നും കിടക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പുറത്തോട്ടൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ തീരദേശ നടപ്പാതയൊക്കെ വരാൻ പോകുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇലക്ഷൻ പ്രമാണിച്ചുള്ള പ്രഹസനങ്ങളൊക്കെയാണ്. അതെന്തായാലും വരട്ടെ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ വൈകുന്നേരമൊക്കെ ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഈ JCBയുടെ സൗണ്ടും അതുമൊക്കെ ആയിരിക്കും, പാറ കൊണ്ട് തട്ടുന്നതും അങ്ങനെയൊക്കെ. ഭയങ്കര അവരുടെ ഒരു വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഈ സൺസെറ്റൊക്കെ കഴിഞ്ഞാൽ റഷ് അവേഴ്സൊക്കെ കഴിയുമ്പോഴാണ്. രാത്രിയൊക്കെ നല്ല സുഖം ഉറങ്ങാൻ. ടടോ പടോ എന്നൊക്കെ പറഞ്ഞ് സൗണ്ട് കേട്ടുകൊണ്ടിരിക്കും.
അപ്പോൾ നമുക്ക് ഇന്നത്തെ കിച്ചണിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട്. ഉപ്പുമാവിലിടാനായിട്ട് എനിക്ക് വെജിറ്റബിൾസ് ഇട്ട് ഉപ്പുമാവ് കളർഫുൾ ആക്കുന്നത് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ക്യാരറ്റും ബീൻസിനേക്കാളും എനിക്കിഷ്ടം ഈ ഒരു പയറാണ്. അപ്പോൾ ഇന്ന് വെജിറ്റബിളിനായിട്ട് കുറച്ച് പയർ ഇന്നലെ പുഴുങ്ങിയത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അത് ഇന്നലെ മെഴുക്ക് പുരട്ടാമെന്ന് രാത്രി കഞ്ഞിക്ക് എന്താണ്ട് അമ്മ അത് കുക്ക് ചെയ്തെടുത്തതാണ്, പക്ഷേ എടുത്തില്ല. അപ്പോൾ അത് ഫ്രിഡ്ജിലിരിപ്പുണ്ട്. അപ്പോൾ കുറച്ച് പയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. അതിലും ഈ പയറും ക്യാരറ്റും ഇച്ചിരി ചേർക്കാനുള്ള പ്ലാനുണ്ട്. പിന്നെ ഉപ്പുമാവിലും ഈ വെജിറ്റബിൾസ് ചേർക്കാം. ബാക്കി പയർ ഫ്രിഡ്ജിൽ വെച്ചിരുന്നിട്ട് രാത്രി കഞ്ഞിയാക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുറച്ച് നാളായി കഞ്ഞി കുടിച്ചിട്ട്. മാത്രമല്ല ചെല്ലം വേണ്ടി 2-3 മാങ്ങയും മുരിങ്ങക്കോലും ഒക്കെ കൊടുത്ത് വിറ്റിട്ടുണ്ട്. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നിട്ട് വേണം അത് അച്ചാറാക്കലും പരിപാടികളും ഒക്കെ ചെയ്യാനായിട്ട്. മാങ്ങാച്ചാറ് കിട്ടിയ കഞ്ഞി കുടിക്കാനായിട്ട് എന്ത് സുഖമാണെന്നറിയോ. അതിപ്പോൾ ചൂട് കഞ്ഞിയായാലും പഴം കഞ്ഞിയായാലും. പിന്നെ രാവിലെ ഇപ്പോൾ നമുക്ക് ഒഴിച്ചു കൂട്ടാനായിട്ടുള്ള കറികളൊന്നും വെക്കേണ്ട കാര്യമില്ല. അമ്മ ഇന്നലെ നല്ല തീയൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീയലുണ്ട് ഉച്ചയ്ക്കത്തേക്ക് എടുക്കാനായിട്ട്. തീയലുണ്ട്, പയറും ക്യാരറ്റും മറ്റേ വള്ളിപ്പയറും കൂടെ മെഴുക്ക് പുരട്ടിയതുണ്ട്, പപ്പടമുണ്ട്, പിന്നെ ഇത്തിരി മീൻ വറുത്തതുരുപ്പുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ ഉപ്പുമാവിനായിട്ടും മെഴുക്ക് പുരട്ടിക്കായിട്ടും ഞാൻ 2 പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. ഉപ്പുമാവിനായിട്ടുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും നെയ്യും കൂടെ ആഡ് ചെയ്തു. ഇപ്പുറത്ത് മെഴുക്ക് പുരട്ടിക്കായിട്ട് വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചെടുത്തു. രണ്ടിലും അത്യാവശ്യത്തിന് കടുകിട്ടു. ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിൽ ഞാൻ കുറച്ച് പരിപ്പും കൂടി ഇടും. ഇപ്രാവശ്യം വാങ്ങിച്ചത് ഓറഞ്ച് പരിപ്പാണ്. ഈ ഓറഞ്ച് പരിപ്പിനും മഞ്ഞപ്പരിപ്പിനും 2 പേരുണ്ട്. മസൂർ ദാർ, ചെന്ന ദാൽ, അങ്ങനെ എന്താണ് 2 എനിക്കറിയത്തില്ല കറക്റ്റായിട്ട്. ഞാനിങ്ങനെയാണ് പറയുന്നത്, ഓറഞ്ച് പരിപ്പെന്നും മഞ്ഞപ്പരിപ്പെന്നും. അത് കഴിഞ്ഞിട്ട് എണ്ണയിലേക്ക് ഞാൻ 2ലും കുറച്ച് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നട്ട്സ് ഇപ്പോൾ 3 കുപ്പിയൊക്കെ വാങ്ങിച്ച സ്ഥിതിക്ക് സ്ഥിരമായിട്ട് ഏതെങ്കിലുമൊക്കെ നട്ട് വെറൈറ്റീസ് ഞാൻ വാങ്ങിച്ച് വെക്കുന്നുണ്ട്. അപ്പം കപ്പലണ്ടി മെഴുക്ക് പുരട്ടിയില്ല, പ്രത്യേകിച്ച് ഈ വള്ളിപ്പയർ മെഴുക്ക് പുരട്ടുമ്പോൾ ഇടുന്നതിലും ഉപ്പുമാവിലിടുന്നതും ഒക്കെ എനിക്കിഷ്ടമാണ്. ടേസ്റ്റ് കൂട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അങ്ങനെ നട്ട്സ് ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചതെന്ന് സവാള 2ലും ഇട്ടു. പിന്നെ കുറച്ച് പച്ചക്കറികൾ മാത്രം ഉപ്പുമാവിലും ബാക്കി പച്ചക്കറികൾ മെഴുക്ക് പുരട്ടുന്നതിൻ്റെ അകത്ത് ഇട്ടു. 2ലും ആവശ്യത്തിന് ഉപ്പിട്ട്. ഉപ്പുമാവിന് ഇത്തിരി കൂടുതൽ ഉപ്പിട്ടിട്ടുണ്ട്, വെള്ളം ഒഴിച്ചൊക്കെ വേവേണ്ടതല്ലേ. അങ്ങനെ നമ്മുടെ മെഴുക്ക് പുരട്ടിയുടെ പച്ചക്കറികൾ ഇനി ഒന്ന് വെന്ത് വരണമല്ലോ. അത് നന്നായിട്ട് ചിക്കി കൂട്ടി ഒന്ന് വേവാനായിട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും ഉപ്പുമാവിൻ്റെ സംഭവങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ വഴന്നു വന്നു. അതങ്ങനെ അത്രയും വേവണ്ടല്ലോ. ഉപ്പുമാവിൽ ക്യാരറ്റും പയറും ഒക്കെ ഇച്ചിരി കടിച്ചൊക്കെ തിന്നാലും നല്ല തന്നെയാണ്. ഞാനിവിടെ ഇപ്പോൾ 1 ഗ്ലാസ് റവയ്ക്ക് 1.5 ഗ്ലാസ് വെള്ളം എടുക്കുന്നുണ്ട്. 1.5 ഗ്ലാസ് എന്ന് പറയാൻ പറ്റത്തില്ല, ഞാൻ വെള്ളം എടുക്കുന്നത് വലിയ ഗ്ലാസ്സിലാണ്. എന്തായാലും വെള്ളം ഞാനിപ്പോൾ കൂടുതലാണ് എടുക്കുന്നത്. ഉപ്പുമാവിന് ഇത്തിരി കൂടുതൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് മെഴുക്ക് പുരട്ടിയിലേക്ക് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ടു. പയർ വെന്തിരിക്കുന്നത് കൊണ്ട് ലാസ്റ്റ് ആഡ് ചെയ്ത് ചിക്കി എടുത്താൽ മതി. റവയാണ് കേട്ടോ ഈ എടുക്കുന്നത്. ഈ ഒരു ഗ്ലാസ്സിന് റവ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ വെള്ളം ഏകദേശം 2 ഗ്ലാസ് എടുത്തിട്ടുണ്ടാവും. 1.25 ഗ്ലാസ് റവയ്ക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ അളവിൽ 2 ഗ്ലാസ്. ഞാനൊരു പച്ച വലിയ ഗ്ലാസ്സിലാണ് എടുത്തത്. അപ്പോൾ ഈ ഗ്ലാസ്സിലുള്ള 2 ഗ്ലാസ് വെള്ളം കൊള്ളും ആ പച്ച ഗ്ലാസ്സിൽ. അങ്ങനെ റവ തട്ടിയിട്ടു, നന്നായിട്ട് ഇളക്കിയെടുത്തു. ഇതിപ്പോൾ ഒരു അധികം ഡ്രൈ ആവാത്തൊരു പരുവത്തിൽ കിട്ടും. എനിക്ക് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവ് ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ആവാറുള്ളത്. അമ്മ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടി ഇങ്ങനെ നല്ല തരിപ്പരുവത്തിൽ കിടക്കും. പക്ഷെ അങ്ങനെ ഇരുന്ന വേറൊരു കുഴപ്പമുണ്ട് കേട്ടോ. നമ്മൾ വൈകുന്നേരം ഈ ഉപ്പുമാവിൻ്റെ ബാക്കിയൊക്കെ എടുക്കുമ്പോൾ അപ്പോഴത്തേക്ക് അത് നല്ല രീതിയിൽ ഡ്രൈ ആയിപ്പോവും. രാവിലെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന ഉപ്പുമാവ് വൈകുന്നേരം ആയാലും കേക്ക് മുറിച്ചെടുക്കുന്നതാണ് എടുക്കാം. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി. അതിലേക്ക് ഞാൻ വെന്ത പയറും കൂടെ ചേർത്തു. ബാക്കി പയർ അങ്ങനെ തന്നെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. മെഴുക്ക് പുരട്ടീനെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. തീയിൽ അമ്മ രാവിലെ ഒന്ന് ചൂടാക്കിയായിരുന്നു. നിങ്ങളിപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് കാണിച്ചത്. അമ്മ ഇന്നലെ രാത്രി സന്ധ്യയ്ക്ക് തന്നെ തീയൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തീയലും മീൻ മുളകിട്ട കറിയൊക്കെ തലേന്ന് വെക്കുന്നതല്ലേ ടേസ്റ്റ്. വറുക്കാനായിട്ടിരുന്നത് പാരമീനാണ് കേട്ടോ. എനിക്കറിയത്തില്ല, അമ്മ പറഞ്ഞതാ പാരയാവണം. കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലേക്ക് ഇട്ട് മീനും അങ്ങോട്ട് അടുക്കി പിറക്കി വെച്ചു. ഈ മീനിൻ്റെ അകത്ത് നല്ല മുള്ളുണ്ടാവും. ഇതൊരു പപ്പടം പരുവത്തിനാണ് നമ്മൾ പൊരിച്ചെടുക്കുന്നത്. ഞാൻ അങ്ങനെ കഴിക്കും. അത്രയും ഞാൻ മുരിച്ചെടുക്കും. എന്നിട്ട് അതിങ്ങനെ വായിൽ നമ്മളിങ്ങനെ കടിച്ചെടുക്കും. ഉണക്കമീനൊക്കെ കടിച്ചെടുക്കുന്നതാണൊക്കെ എടുക്കാം. പിച്ചി കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് അധികം മാംസമൊന്നും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കുക്കുസാറിന് കൊണ്ടുപോകാനായിട്ട് ഇന്ന് മുട്ട വല്ലതും പൊരിച്ച് കൊടുത്തു വിടാമെന്നാണ് വിചാരിക്കുന്നത്. അവന് സാധാരണ സ്കൂളിൽ വറുത്തമീൻ കൊടുത്തു വിടുമ്പോൾ ഫിഷിൻ്റെ മാംസം ഇങ്ങനെ പിച്ചി ഒരു ബോക്സിലാക്കിയാണ് വെക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് നിന്ന് അങ്ങനെ നമുക്ക് പിച്ചാനൊന്നും കിട്ടത്തില്ല. അപ്പോൾ വെറുതെ അത് നുള്ളി പറിക്കണ്ടെന്ന് കരുതിയിട്ട് അവന് മുട്ട കൊടുക്കാമെന്ന് കരുതി. വീട്ടിൽ വരുമ്പോൾ അമ്മ വാരി കൊടുക്കുമ്പോൾ അമ്മ ഇത്രയൊക്കെ പിച്ചി കൊടുക്കാറുണ്ട്. പിന്നെ അമ്മയ്ക്ക് ഇങ്ങനെ കയ്യിലും അതിൻ്റെ ഇങ്ങനെ, നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല, മീൻ കഴിക്കുന്നവരാണെങ്കിൽ മനസ്സിലാവും, ആ മാംസത്തിലോട്ട് ഇങ്ങനെ മുള്ളിരിക്കും. അപ്പോൾ അമ്മ പല്ലുകൊണ്ട് അതിങ്ങനെ ഊരി എടുക്കും കറക്റ്റായിട്ട്. അപ്പോൾ സ്കൂളിൽ അതൊന്നും നടക്കത്തില്ലല്ലോ.
മീൻ ഒന്ന് മുരിഞ്ഞു, ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടു. എന്നിട്ട് ഞാനത് അമ്മേനെ ഏൽപ്പിച്ചു കേട്ടോ ഓഫ് ചെയ്യാനായിട്ട്. അമ്മ രാവിലെ കുറച്ച് തുണിയുമായിട്ട് അവിടെ അലക്കലിൻ്റെ വശത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഞാനും കുക്കുവും കൂടെ കഴിക്കാനായിട്ട് ഉപ്പുമാവ് എടുത്തു. പഴം ഇരിപ്പുണ്ടായിരുന്നു. ഉപ്പുമാവും പഞ്ചസാരയും പഴവും മഞ്ഞപ്പഴവും. പഞ്ചസാര കുറച്ച് കൂടുതലാണെന്ന് എനിക്കറിയാം. എനിക്കും അങ്ങനെ കഴിക്കുന്നതാണ് ഇഷ്ടം. നല്ലതല്ല എന്നും എനിക്കറിയാം കേട്ടോ. പക്ഷേ ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ കുക്കുവിന് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കൊടുക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കും. കാരണം എനിക്ക് പഴം അങ്ങനെ ഒരുപാട് കുഴയ്ക്കുന്ന ഇഷ്ടമല്ല. ഒന്ന് പഴത്തിൻ്റെ അംശം അവിടെ ഇവിടെയൊക്കെ പറ്റിയിരുന്നാൽ മതി. അപ്പോൾ കുക്കുവിന് കൊടുക്കുമ്പോൾ ഞാൻ ഒരുപാട് പഴം ഇട്ടങ്ങ് കുഴയ്ക്കും. അപ്പം മധുരം കുറഞ്ഞിരിക്കുന്നത് അവനറിയത്തില്ല. എനിക്കുരുട്ടുന്ന ഉരുളയിൽ ആവശ്യത്തിൽ പഞ്ചസാരയൊക്കെ ഇട്ട് ഉരുട്ടും. അവനിന്ന് മലയാളം എക്സാം ഉണ്ടെന്ന്. എക്സാം എന്ന് പറയുന്നത് റിവിഷൻ ടെസ്റ്റാണ് കേട്ടോ. ഡെയിലി ഒരു 5 ക്വസ്റ്റ്യൻസ് വീതം പഠിക്കാൻ കൊടുക്കും. അത് പിറ്റേന്ന് ടെസ്റ്റ് ഇടുകയും ചെയ്യും. അപ്പോൾ ഇന്നലെ വൈകുന്നേരത്തെ ഇവിടെ നോയയായിട്ട് കളിച്ച് മറിഞ്ഞിട്ട് ഒരു 10 മണിയൊക്കെ ആയി അകത്ത് കയറിയപ്പോൾ തന്നെ. അപ്പോൾ പിന്നെ പഠിക്കാനായിട്ട് അവന് ശാരീരികമായും പറ്റത്തില്ല. ഉറക്കവും വന്ന് തുടങ്ങി, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. ചോറ് കഴിച്ചിട്ട് ആൾ അങ്ങനെ കിടന്നുറങ്ങി. അപ്പോൾ രാവിലെ നേരത്തെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തായാലും എണീറ്റിരുന്ന് അതത്രയും പഠിച്ചു തീർത്തു. ഇനി നമുക്ക് സാറിൻ്റെ ലഞ്ച് എടുക്കാം. ചോറും പിന്നെ തീയിൽ ഞാനൊരു ഡബ്ബയിലാക്കിയിട്ടാണ് വെക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു ലഞ്ച് ബോക്സ് വാങ്ങിച്ചതിൽ പിന്നെ ഇത് ലീക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ലീക്ക് ചെയ്യാൻ പാകത്തിനൊന്നും ഇതുവരെ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടില്ല. മാക്സിമം ഞാൻ ആ വേറൊരു ഡബ്ബയിൽ തന്നെ ആക്കിയിട്ടാണ് ഇതിൽ വെക്കുന്നത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ബൈ ദ ബൈ, മുട്ട വറക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അമ്മ അരിൻ്റെ കൂട്ടത്തിൽ 2 കാടമുട്ട ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുട്ട വറുത്തില്ല, ആ മുട്ട വെച്ചു. ഇതിൻ്റെ ഈ സൈഡൊക്കെ കണ്ടില്ലേ, അവിടെ ഇങ്ങനെ ഒരു നമ്മുടെ കുക്കറിൻ്റെ വാഷർ പോലെ ഇങ്ങനെ ഒരു റബ്ബറായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ലിക്വിഡ്സൊക്കെ ഇതിൽ വെക്കുമ്പോഴത്തേക്ക് ആ വാഷറിൻ്റെ കളർ അങ്ങ് മാറും, അത് മഞ്ഞിക്കാൻ തുടങ്ങും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ആ ഇടയിലൊക്കെ അതിങ്ങനെ കളർ പറ്റി പിടിച്ചിരിക്കും. നമ്മൾ എത്രയൊക്കെ കഴുകിയാലും ആ കളർ പോകത്തില്ല, സ്റ്റെയിൻ പോകത്തില്ല. അപ്പോൾ മാക്സിമം കറി ആ വൈറ്റ് ഇതിൽ തന്നെ നിൽക്കണമെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ഇതുപോലൊരു ഡബ്ബയിലാക്കി കൊടുത്താൽ അവനത് ഒഴിച്ച് കഴിച്ചോളും. ലീക്ക് ചെയ്യത്തില്ല എന്നതിലുപരി കഴുകാൻ നേരം നമ്മൾ അത്രയും മസിൽ പിടിക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അങ്ങനെ ലഞ്ചും സ്നാക്സും ഒക്കെ എടുത്ത് വെച്ചു. എപ്പോഴത്തെയും പോലെ തന്നെ ആവശ്യത്തിലധികം സൺസ്ക്രീൻ വാരി പൊത്തിയിട്ട് ഞാൻ ഇറങ്ങുവാണ്. നമ്മുടെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് പകല സമയത്ത്. സൺസെറ്റിൻ്റെ സമയത്താണ് ഈ കുരിശുമൂട് കാണാൻ ഭംഗി. ബാക്കി സമയത്തും ഭംഗിയുണ്ട്, പക്ഷെ കരിഞ്ഞു പോകും ഇറങ്ങിയാൽ. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ. ഇനിയൊരു ലഞ്ച് ബോക്സ് സെഷൻ നിങ്ങൾ കാണത്തില്ല. ഒരു ഷോർട്സിൽ ചിലപ്പോൾ കാണും, ഫ്രൈഡേ എടുക്കുന്ന ഷോർട്സിൽ കാണും. അത് കഴിഞ്ഞാൽ മൺഡേ തൊട്ട് നമുക്ക് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ. എക്സാം 12 o'clock തീരും. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലേക്ക് വരാം. അപ്പോൾ പിന്നെ ലഞ്ച് എടുക്കണ്ട. പിന്നെ ഒരു 2 weeks എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വെക്കേഷനാണ്. എൻ്റെ ദൈവമേ, വെക്കേഷൻ കഴിഞ്ഞാൽ ഇവൻ 3ാം ക്ലാസ്സിലാണ്. അങ്ങനെ ഞങ്ങളിതേ സ്കൂളിലെത്തി. 9:20 നമ്മുടെ അസംബ്ലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് വാൻ സെക്കൻഡ് ട്രിപ്പ് വന്നതാണ്. ഫസ്റ്റ് പീരീഡ് എനിക്ക് 4th സ്റ്റാൻഡേർഡിലായിരുന്നു. റിവിഷനൊക്കെ കൊടുത്ത് ടൈം ടേബിളും സെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികൾ കുറേ പേര് ആബ്സെൻ്റ് ആണ്. ലാസ്റ്റത്തെ 2 days അല്ലേ, തേഴ്സ്ഡേ ഫ്രൈഡേ അല്ലേ, വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നതൊക്കെ ആയിരിക്കണം. പിന്നെ എനിക്ക് തോന്നുന്നു ഉത്സവങ്ങളുടെയൊക്കെ ഒരു സീസണും കൂടെ അല്ലേ. എന്തായാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരെ ഓരോ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വീതം പഠിക്കാൻ പറഞ്ഞിട്ട് അത് അവരെ കൊണ്ട് കാണാതെ എഴുതിച്ച് ട്യൂഷൻ എടുക്കുന്ന പോലെ. ഇത്രയും കുട്ടികളല്ലേ ഉള്ളൂ. ഇപ്പോൾ റിവിഷൻ കൊടുത്തത് അവരെ ഇവിടെ ഇരുത്തി തന്നെ അങ്ങ് പഠിപ്പിച്ചിട്ടാണ് നമ്മൾ വിടുന്നത്. ഇതിപ്പോൾ കോൺവെർസേഷനെ പറ്റിയിട്ട് എന്തുകൊണ്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുക, എപ്പോൾ നടത്തണമെന്നോ അങ്ങനെ മറ്റും. പിന്നെ കഥ പറച്ചിലും ഉണ്ട്, ഇല്ലാന്നില്ല. നമുക്കിപ്പോൾ 4th വരെ ഉള്ളൂ. അപ്പോൾ 4th സ്റ്റാൻഡേർഡിൻ്റെ ഫെയർവെല്ലാണ്. തന്നെ ഒരു ഡാൻസ് പഠിക്കാൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ട് അവസാനം വന്ന് എന്നോട് പറഞ്ഞു. ഞാനതങ്ങ് ഏറ്റെടുത്തു. പാട്ട് ഏതാണെന്ന് വെച്ചാൽ, ദുഃഖങ്ങളിൽ കൂടെ നിൽക്കാം, സ്വർഗങ്ങളെ സ്വന്തമാക്കാം, ഓ മൈ ഫ്രണ്ട്, നിൻ കണ്ണുകളിൽ ഞാൻ കാണും നിന്റെ മുഖം. ഈ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നൊക്കെ പറയുന്ന പാട്ടിനേക്കാളും ഇപ്പോൾ ഇവർക്ക് ആവശ്യം ഇങ്ങനെയുള്ള പാട്ടുകളാണ്. ഞാനത് അങ്ങനെ തന്നെ അവരോട് പറയുകയും ചെയ്തതാണ് കേട്ടോ. ഞാൻ പഠിപ്പിക്കാം, ബട്ട് നമ്മൾ എന്തെങ്കിലും ഒരു മെസ്സേജ് ഇതിൻ്റെ അകത്തൂടെ കൺവേ ചെയ്യണം. റൈറ്റ് നൗ എന്തൊക്കെയാണ് നടക്കുന്നത്, അറ്റ്ലീസ്റ്റ് ദേ ഷുഡ് ലേൺ. ആ ഒരു പാട്ടിൻ്റെ ലൈൻസിൽ അത് ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സോങ്സൊക്കെ ഇത്ര ബ്യൂട്ടിഫുൾ ആവുമെന്ന് എനിക്കറിയത്തില്ല. ബട്ട് ദോസ് ലൈൻസ് അത് ഓരോന്നും വേർത്താണ്. എന്താണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ആ പാട്ട് ആ ഫീൽ ഇങ്ങനെ കൊണ്ടുതരും. സോ ഈ ഒരു ഡാൻസ് അങ്ങനെ ഒരു സ്റ്റെപ്സൊക്കെ ഇട്ട് അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇറ്റ് ഈസ് ലൈക്ക് എ മെസ്സേജ്. അപ്പോൾ എന്തായാലും അതാണ് ഞങ്ങളുടെ പരിപാടി. ഇനി തട്ടിൽ കയറുമ്പോൾ അറിയാം ബാക്കി എന്തൊക്കെയാണെന്ന്. പിള്ളേർ കുറവായതുകൊണ്ട് അവർ നിന്ന പൊസിഷനിലൊക്കെ ചേഞ്ചസ് ഒക്കെ വരും കേട്ടോ. ഫൈനലി ഞാൻ കാണിച്ചു തരാം, പക്ഷേ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റത്തില്ല, കോപ്പിറൈറ്റ് പിടിക്കും. തിരിച്ച് വീട്ടിൽ വന്ന് കിടന്നുറങ്ങി എണീറ്റിട്ട് വൈകുന്നേരം ആദ്യം വന്ന് കിച്ചണൊന്ന് വൃത്തിയാക്കിയെടുത്തു.
അപ്പോൾ അമ്മ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിരിക്കും. ബാക്കിയുള്ള ചോറും കറികളൊക്കെ ഞാൻ കുഞ്ഞു കുഞ്ഞു ഡബ്ബയിലാക്കും. എനിക്ക് മാക്സിമം നിങ്ങൾക്കറിയാമല്ലോ, സാധനങ്ങൾ കുറഞ്ഞ് കൗണ്ടർ ടോപ്പിലിരിക്കുന്നത് കാണാനാണ് ഇഷ്ടം. രാവിലെ എനിക്കതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ പാത്രങ്ങളൊക്കെ നല്ല ചൂടായിട്ടുമായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ കറിയൊക്കെ മാറ്റുന്ന പാത്രം ഉടനെ കഴുകാനും പറ്റത്തില്ല. പാത്രം ചൂടോടെ കഴുകിയാൽ അതിൻ്റെ ലൈഫ് കുറയുമെന്നാണ് ലാസ്റ്റ് ടൈം ഞാൻ പാത്രം മേടിക്കാൻ പോയപ്പോൾ പാത്രക്കടയിലെ ചേട്ടൻ പറഞ്ഞത്. തണുത്തിട്ട് കഴുകണം അത്രേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വൈകിട്ട് വരുന്ന സമയത്ത് എനിക്കത് വേറെ ഡബ്ബകളിലാക്കാം. അത് തണുത്തും ഇരിക്കും, കഴുകി ഉണക്കാനായിട്ടും വെക്കാം. എന്നിട്ട് കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി. പഴംപൊരി ശാപം മാറിയിട്ടില്ല. ഇന്നും ഞാൻ പഴംപൊരി ഉണ്ടാക്കുന്നില്ല. ഉപ്പുമാവ് ബാക്കിയിരിപ്പുണ്ട്. അപ്പോൾ പിള്ളേർക്ക് 2 പേർക്കും ഞാൻ ഉപ്പുമാവ് വാരി കൊടുക്കും. ആലന് വേണ്ടിയിട്ട് ഇത്തിരി ഓട്സ് കാച്ചി വെക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വൈകുന്നേരം ബുക്കിംഗ് ഉണ്ട്. അപ്പോൾ എന്തായാലും ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇത്തിരി ന്യൂട്രീഷ്യസ് ഒക്കെ ആയിക്കോട്ടെ. എനിക്ക് ചായ. വൈകുന്നേരം വന്ന് ഡയറ്റിംഗ് എന്ന പേരിൽ വൈകുന്നേരം വന്ന് ഒരു പറ ചോറ് തിന്നുന്ന എനിക്ക് ഈ ഒരു സമയത്ത് ഒട്ടും വിശപ്പറിയത്തില്ല. എനിക്ക് വിശപ്പ് തോന്നത്തേയില്ല. ചിലപ്പോഴൊക്കെ ഞാൻ രാത്രി തന്നെ കഴിക്കാറില്ല. പിന്നെ അമ്മ എന്തെങ്കിലും ഇങ്ങനെ നിർബന്ധിച്ച് വല്ല ഗോതമ്പ് പുട്ടൊക്കെ ഉണ്ടാക്കി എന്നെ പ്രലോഭിപ്പിച്ചാൽ മാത്രമാണ് രാത്രി ഞാൻ കുറച്ച് ഫുഡ് എടുക്കുന്നത്. വീക്ക് ഡേയ്സിൽ കേട്ടോ, അതായത് ഈ സ്കൂളിൽ പോകുമ്പോഴാണല്ലോ ഞാനിപ്പോൾ ലഞ്ച് അവോയ്ഡ് ചെയ്യുന്നത്. ബാക്കി സാറ്റർഡേ സൺഡേ ഒക്കെ നല്ല രീതിക്ക് ഭക്ഷണം കഴിക്കും. എന്നിട്ട് പേര് ഡയറ്റിംഗ് ആണെന്ന്. അതുപോട്ടെ. ചായയ്ക്ക് പാൽപ്പൊടിയാണ് എടുക്കുന്നത്. ഓട്സിൻ്റെ അകത്തും പാലില്ല ഞാൻ നോക്കിയപ്പോൾ ഫ്രിഡ്ജിൽ. അപ്പോൾ 1 സ്പൂൺ പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തു. ഓട്സ് ഒന്ന് തണുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ആക്കാമെന്ന് കരുതി എനിക്കുള്ള കട്ടൻ നല്ലപോലെ തിളപ്പിച്ച് കപ്പിൽ പാൽപ്പൊടി ഇട്ട് അത് ഞാൻ ചായയാക്കി. എൻ്റെ ചായയും പിള്ളേർക്ക് കൊടുക്കാനുള്ള ഉപ്പുമാവും എടുത്തിട്ട് വെളിയിൽ പോയി ഇരുന്ന് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരവിടെ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സൺസെറ്റും ഷൂട്ട് ചെയ്യാമല്ലോ. ഞാൻ കുറച്ച് മുന്നേ പോയി നോക്കിയപ്പോഴത്തേക്ക് സൂര്യൻ ഇങ്ങോട്ട് താഴത്തേക്ക് എത്തിയിട്ടില്ല. നല്ലൊരു വെയിൽ തന്നെ ഇപ്പോഴും നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പുമാവും പഞ്ചസാരയൊക്കെ എടുത്ത് വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്നെ പറ്റിച്ചു ആൾ. ഇതുകൊണ്ട് പൊട്ടുപോലെ കാണുന്നില്ലേ, അതിപ്പോൾ അങ്ങ് പോവും. സോറി, നമുക്ക് മിസ്സായി. താഴത്ത് ആ ഹൊറൈസണിൻ്റെ അവിടെ അത്രയും ക്ലൗഡ്സ് ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കാണാമായിരുന്നു. അങ്ങനെ നോയ എത്തിയിട്ടുണ്ട് കേട്ടോ. അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ മാഗി കഴിച്ചിട്ടാണ് വന്നിരുന്നത്. നോയ ഞങ്ങളുടെ ഗോഡ് ചൈൽഡാണ്. അലൻ്റെ കസിൻ ആൽവിൻ്റെ മോനാണ്. അപ്പോൾ ഇവർ 3 പേരും കൂടെ നിന്ന് കളിക്കുകയായിരുന്നു. നിലു വലിയ ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കുന്നില്ലായിരുന്നു. പക്ഷേ വാ തുറക്കാത്തപ്പോൾ ഞാൻ പറയും നോയിനെ വീട്ടിൽ കൊണ്ടാക്കുമെന്ന്. അപ്പോൾ വന്ന് വാ തുറന്ന് തരും. അങ്ങനെ 2 പേരും ഉപ്പുമാവൊക്കെ കഴിച്ചു. സൺസെറ്റ് മിസ്സായെങ്കിലും വേറൊരാളെ കിട്ടിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇരുന്ന് നോക്കിയപ്പോഴത്തേക്ക് നല്ല യെല്ലോ കളറിൽ ഫുൾ മൂൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരു തരിയും കൂടെ ആവാനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എൻ്റെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ അത്ര അത് നല്ല രീതിക്ക് കാണാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ അത് ഇത്രയൊക്കെ കാണാം. നല്ല ഭംഗിയുണ്ടായിരുന്നു മൂൺ കാണാനായിട്ട്. സൺസെറ്റ് മിസ്സായ വിഷമം നമുക്ക് മൂൺ കണ്ട് തീർക്കാം. 2 പേർക്ക് ഉപ്പുമാവൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ അകത്ത് വന്നു. ഓട്സ് തണുത്തു. അപ്പോഴേക്ക് ആലനുള്ള ഓട്സ് ആലൻ്റെ കപ്പിൽ തന്നെ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് കഴുകാനായിട്ട് ഇത്രയും പാത്രങ്ങളുണ്ട്. ഇതൊക്കെ കൂടെ കഴുകി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തൊരു വൻ പരിപാടിയുണ്ട്. അച്ചാറിടണമെന്ന് ഞാൻ രാവിലെ പറഞ്ഞില്ലേ, അത് ഈ പരിപാടി വെച്ച് നോക്കുമ്പോൾ അതൊന്നുമല്ല. നാളെ വെണ്ടയ്ക്ക ഇത്തിരി മസാല ഫ്രൈ ചെയ്യാനായിട്ട് എനിക്കൊരു പ്ലാനുണ്ട് കേട്ടോ. നാളെ തലക്കറിയാണ് വെക്കുന്നത്. ഇത്തിരി മീനും മുള്ളുമൊക്കെ ഇരിക്കണം. അപ്പോൾ തലക്കറി വെക്കുമ്പോൾ കൂടെ ഫ്രൈ ചെയ്യാൻ മീനില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു സംഭവം വേണം ഒരു എൻകറേജ്മെൻറ്റിന് തിന്നാനായിട്ട്. പൊരിക്കാനായിട്ട് പൊരിച്ചതെന്തെങ്കിലും ഇല്ലെങ്കിൽ ഇവിടെ അപ്പനും മക്കൾക്കും ഒക്കെ ഇത്തിരി പാടാ ചോറ് തിന്നാനായിട്ട്. അപ്പോൾ ഞാൻ ബിന്ദി ഫ്രൈ ഉണ്ടാക്കാൻ പോവാണ്. വെണ്ടയ്ക്ക എനിക്കിഷ്ടമല്ലാത്ത സാധനമാണ്, അല്ലാതെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്ങിലേക്ക് കുറച്ച് ഗ്രൗണ്ട് നട്ട്സ്, കപ്പലണ്ടി, കാഷ്യൂനട്ട്, ഇത്തിരി മല്ലിയില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തിരി പെപ്പർ പൗഡർ, ഇത്തിരി വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ ചേർക്കാൻ നിറത്തിന്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് വെണ്ടയ്ക്കയുടെ അകത്ത് നിറച്ചിട്ടാണ് നമ്മൾ അരപ്പ് പുരട്ടി വെക്കുന്നത്. ഇപ്പോൾ പൊരിക്കത്തില്ല, നാളെ രാവിലെ പൊരിക്കുള്ളൂ. ഫില്ലിങ് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് വെണ്ടയ്ക്കായ എടുത്ത് കഴുകി ഇതിൻ്റെ 2 വശവും ഒന്ന് അരിഞ്ഞ് കളഞ്ഞിട്ട് അത്യാവശ്യം നീളമുള്ളതൊക്കെ നമുക്ക് അങ്ങനെ തന്നെ ഇടാം. നീളം കുറച്ച് അധികം ഉള്ളത് ഞാനൊരു 2 പീസാക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഒരു കട്ടിട്ടാൽ മതി. ഇതിപ്പോൾ അരിഞ്ഞ് നുറുക്കാനില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പ്ലാസ്റ്റിക് ചോപ്പിംഗ് ബോർഡ് എടുത്തത്. അപ്പോൾ അങ്ങനെ നുറുക്കിയെടുക്കാനില്ലല്ലോ, അപ്പോൾ മൈക്രോ പ്ലാസ്റ്റിക്സ് ഒന്നും വരത്തില്ല. കൈവച്ചല്ലേ നമ്മൾ ഈ വെട്ടിടുന്നത്. 2 അറ്റം മാത്രം കളഞ്ഞാൽ മതി. എനിക്കൊരു ബേസിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇത്തിരി വലിയൊരു പാത്രം വേണം. നമ്മൾ അരച്ചെടുത്ത കൂട്ട് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. വെണ്ടയ്ക്കയുടെ ഓരോ കട്ടും ഒന്ന് നന്നായിട്ട് വലുതാക്കിയിട്ട് അതിനിടയിലേക്ക് നമുക്കിതൊന്ന് തിരികെ വെച്ച് കൊടുക്കാം. നമ്മളിങ്ങനെ അത് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ആദ്യം ഫില്ല് ചെയ്യുന്നതിലേക്ക് ഒരുപാട് ഫില്ലിങ് വരും. അവസാനമാകുമ്പോൾ സംഭവം തീരാറാവുന്നെന്ന് തോന്നുമ്പോഴത്തേക്ക് കുറയ്ക്കും. ആദ്യം ഫില്ല് ചെയ്തിട്ട് അതിന് തോണ്ടിയൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും നിറച്ചു.
ഇനി ഇതിൻ്റെ പുറത്തൂടെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇതുപോലെ തൂവി കൊടുക്കാം. ഇനി ഇത് ഒരുപാട് കുഴയ്ക്കാൻ പറ്റില്ല, അപ്പോൾ അത് മനസ്സിൽ വെച്ചിട്ട് വേണം. ഇങ്ങനെ ഉപ്പ് കൂടിയും പോരുത്, എന്നാൽ എല്ലായിടത്തും പിടിക്കുകയും വേണം. ഇനി കുഴച്ച് കഴിഞ്ഞാൽ ഈ ഫില്ലിംഗ് ഒക്കെ വെളിയിൽ വരില്ലേ, അപ്പോൾ ഒന്ന് അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലാക്കി നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. നാളെ രാവിലെ എടുത്ത് വറുത്താൽ മതി. ഇനി അച്ചാറിടാനുള്ള 2 മാങ്ങയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതിലൊരു മാങ്ങ ഞാൻ നോക്കിയപ്പോൾ തമ്പൂരി മാങ്ങയാണ്. അങ്ങനെയാണോ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ എന്ന് എനിക്കറിയത്തില്ല. ഈ ഇത്തിരി വയലറ്റ് നിറമുള്ള മാങ്ങയില്ലേ, മാങ്ങയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പച്ചയ്ക്ക് കഴിക്കാനും പഴുപ്പിച്ച് കഴിക്കാനും അച്ചാറായിട്ട് കഴിക്കാനും ഒക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ തമ്പൂരി മാങ്ങയാണ് കേട്ടോ. സ്കൂളിൻ്റെ അപ്പുറത്തെ വീട്ടിലെ ഒരു മരത്തിൽ ഇഷ്ടം പോലെ തമ്പൂരി മാങ്ങ പിടിച്ച് കിടപ്പുണ്ട്. ഞാൻ ഡെയിലി 4th സ്റ്റാൻഡേർഡിൽ നിന്ന് അവിടെ നിന്ന് മേളിൽ നിന്ന് ഇറങ്ങുമ്പോൾ നോക്കി കൊതിയും വിട്ടാണ് ഇറങ്ങുന്നത്. മാങ്ങ കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോഴാണ് എന്തായാലും ചെല്ലമ്മേൻ്റെ മാങ്ങയും മുരിങ്ങക്കോലും ഒക്കെ കൊടുത്തു വിടുന്നത്. വലിയ ആ മാങ്ങ ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയെടുത്തു. ഇതൊരു തട്ടിക്കൂട്ട് അച്ചാറാണ് കേട്ടോ, പെട്ടെന്ന് തീരും. ഇവിടെ മാങ്ങ അച്ചാർ എങ്ങനെ ഇട്ടാലും ടപ്പേന്നങ്ങ് തീരും. അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ട് കുപ്പിയിലൊന്നും ആക്കുന്നില്ല. ഈ ഒരു ബൗളിൽ തന്നെ ആയിരിക്കും അച്ചാർ സെറ്റ് ചെയ്യുന്നത്. മാങ്ങ ഇനി വരും, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ആരെങ്കിലും കൊണ്ടുതരും. പക്ഷേ തമ്പൂരി മാങ്ങ കിട്ടത്തില്ല കേട്ടോ. അതങ്ങനെ പാടാണ് കിട്ടാനായിട്ട്. അങ്ങനെ കുറച്ചധികം മാങ്ങയൊക്കെ വരുമ്പോൾ ഞാൻ ബബിയാൻറ്റീനെ വിളിച്ചിട്ടാണ് അച്ചാർ ഇടിയിപ്പിക്കുന്നത്. സ്പെഷ്യലിസ്റ്റാണ് അച്ചാറൊക്കെ ഇടുന്നതിൻ്റെ. അപ്പോൾ മറ്റേ അച്ചാറിടും, കായപ്പൊടിയും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ടുള്ള അച്ചാർ. ഇത് ഞാൻ കടുമാങ്ങ എന്ന് വിളിക്കുന്ന എൻ്റെ തട്ടിക്കൂട്ട് അച്ചാർ. ആവശ്യത്തിന് ഉപ്പിട്ടു, ഒരു പച്ചമുളക് അതിലേക്ക് അരിഞ്ഞിട്ടിട്ടുണ്ട്. കഞ്ഞിക്കായിട്ട് പയറൊന്ന് ഉലർത്തിയെടുക്കാനായിട്ടാണ് ഈ ഒരു അര സവാള. കുക്കും നോയയും അബിയും കൂടെ വെളിയിൽ സാറ്റ് കളി കളിക്കുന്നുണ്ട്, ഒളിച്ചു കളി. അപ്പോൾ കുക്കു സാറ് വെള്ളം കുടിക്കാൻ പറഞ്ഞിട്ടാണ് അത്ര അവൻ വന്ന് വെള്ളം എടുക്കുന്നത്. എങ്ങനെയാണെങ്കിലും വെള്ളം കുടിക്കുന്നുണ്ടല്ലോ. കുക്കുവിൻ്റെ അടുത്ത് അലൻ ഇങ്ങനെ എപ്പോഴും പറയും കേട്ടോ, ഇങ്ങനെ ഓടിക്കളിക്കും, ഇത്രയും നീ ഓടി കളിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണം, രാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കണം എന്നൊക്കെ. അതവൻ അതുപോലെ നിലുവിൻ്റെ അടുത്തും പറയും. നിലു എണീറ്റ് വരുമ്പോഴും വെള്ളം കുടിക്കാൻ പറയും, കളിക്കുന്നതിൻ്റെ ഇടയിൽ ഇതുപോലെ പറഞ്ഞു വിടും വെള്ളം കുടിക്കാനായിട്ട്. വെള്ളത്തിൽ കളിക്കാൻ പിന്നെ നമ്മുടെ ഡോക്ടർ കുഞ്ഞിന് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് വരും. പയർ ഇത്തിരിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ചെറിയ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അര സവാളയും ഇത്തിരി കറിവേപ്പിലയും 2-3 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട്. അതൊന്ന് വഴന്ന് വന്നപ്പോൾ അതിലേക്കൊരു ഇത്തിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ പയർ ബാക്കിയിരിക്കുന്നത്, അത് ഓൾറെഡി വെന്ത പയറാണല്ലോ, അത് ഫ്രിഡ്ജിലിരുന്നത് കൊണ്ട് തന്നെ അത് തട്ടിയിട്ട് കഴിഞ്ഞിട്ട് ഞാനൊരു 2-3 തുള്ളി വെള്ളം അതിലേക്ക് ഇട്ടിട്ട് അതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്, ഒന്ന് ചൂടായി വരാനായിട്ട്. ഇപ്പുറത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് അച്ചാറിനാണ്. അച്ചാറിൻ്റെ പുറത്തേക്ക് ഇത് ഒഴിക്കത്തേ ഉള്ളൂ, മാങ്ങ ഡയറക്റ്റായിട്ട് ചൂടാക്കത്തില്ല. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ചധികം കടുകിട്ട് കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും എരിവിനാവശ്യത്തിന് ഇത്തിരി മുളക് പൊടിയും നിറത്തിനായിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് ഇത് നല്ല രീതിക്കൊന്ന് ആ എണ്ണയുടെ തിളയൊക്കെ ഒന്ന് കുറയുന്ന പരുവത്തിന് കറിവേപ്പില ഇട്ടാൽ മതി, അല്ലെങ്കിൽ പൊട്ടും. പിന്നെ കറിവേപ്പില ഇങ്ങനെ പപ്പടം വറുത്ത കണക്ക് കിടക്കും. അതിനേക്കാളും ഇത്തിരി തളർന്നിരിക്കാനായിട്ട് ഈ ഒരു ടൈമിലാണ് കറിവേപ്പില ഞാൻ ഈ ഒരു അച്ചാറിന് ആഡ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് കുഴച്ച് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് രാവിലെ ചെയ്ത് വെച്ച് ഇത്തിരി ഒന്ന് വെയിൽ കൊള്ളിച്ചെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരുന്നേനെ. നേരം ഇല്ലാണ്ടായിപ്പോയി രാവിലെ. അപ്പോൾ ഇതും ടേസ്റ്റ് തന്നെയാണ്. പിന്നെ പച്ചമാങ്ങ കറുമുറി കഴിക്കുന്ന എനിക്ക് ഇതൊക്കെ ഉണ്ട്. അലനും ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. മമ്മി ഇങ്ങനെ ഇടുമായിരുന്നു അച്ചാർ, പ്രത്യേകിച്ച് ദുഃഖ വെള്ളിയാഴ്ചത്തെ കഞ്ഞി കുടിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക്. റെഡിയായി സംഭവം. ഇനി ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, എടുത്തു കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ആ ബാക്കിയിരുന്ന ഒരു മാങ്ങ ഞാൻ അരിഞ്ഞ് അതിലേക്ക് ഉപ്പും ഇത്രയും മുളക് പൊടിയൊക്കെ തൂവി ഞാൻ പുറത്ത് പോയിരുന്ന് കഴിക്കാൻ പോവുകയാണ്. അമ്മ വന്നിട്ടുണ്ട്, അപ്പോൾ ചോറെടുത്ത് ഇത്തിരി വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് വെക്കാൻ ഞാൻ അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ പപ്പടവും അമ്മ തന്നെ കാച്ചി തന്നോളൂ. മാങ്ങ തിന്നാനായിട്ട് വെളിയിൽ വന്നിരുന്നപ്പോഴത്തേക്ക് കുട്ടിപ്പട്ടാളങ്ങളെല്ലാം വന്നു. കുക്കുവിന് പല്ല് നന്നായിട്ട് പുളിക്കും കേട്ടോ, അവൻ്റെ പല്ലത്ര സ്ട്രോങ് അല്ല. പിന്നെ എൻ്റെ ഗോഡ്സൺ നോവ, അവൻ ഇതിൻ്റെ ആളാണ്. ഞാനും അവനുമാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിച്ചത്. നിലു ഒരു കുഞ്ഞു പീസും കൊണ്ട് കടിക്കാൻ പറ്റാതെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഞാനും പോയി അവരുടെ കൂടെ സാറ്റ് കളിച്ചു.
എൻ്റെ ഈ വലിയ ശരീരം ആയതുകൊണ്ട് എവിടെ വിളിച്ചാലും എന്നെ അവന്മാർ കണ്ടുപിടിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം ഞാൻ തന്നെ എണ്ണി. അവസാനം ഞാൻ സുല്ലിട്ട് അകത്ത് വന്നു. അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ നമ്മുടെ വീഡിയോസിൻ്റെ വ്യൂസൊക്കെ ഞാനെടുത്ത് ചെക്ക് ചെയ്ത് ദേ ഇങ്ങനെ ശോകം അടിച്ചിരുന്നത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ തേഴ്സ്ഡേ നൈറ്റ് ഈ ഒരു സമയം സത്യത്തിൽ എനിക്ക് വീഡിയോയ്ക്ക് വോയിസ് ഓവർ ചെയ്യാനുള്ള സമയമാണ്. അത് വേണ്ടാന്ന് വെച്ച് ഞാനിങ്ങനെ ടി വിയിലാണെങ്കിൽ കറക്റ്റ് ചെയ്ത് ഒരു സാഡ് സോങ്ങും ആയിരുന്നു. അപ്പോൾ ഞാൻ മറ്റേ നാരായണീൻ്റെ 3 ആൺമക്കൾ കണ്ടു തീർക്കാൻ നോക്കിയത്. അതിലൊരു ഇമോഷണൽ സോങ് വന്നു. അതുമായിട്ട് കണക്റ്റായി അവിടെ ഇങ്ങനെ ചിന്തയടിച്ച് ഞാനങ്ങിരുന്നു. പിന്നെ സിനിമയൊക്കെ തീർന്നപ്പോഴത്തേക്ക് കഞ്ഞി കുടിക്കണ്ടെന്ന് കരുതിയിരുന്ന എന്നെ അമ്മതേ സ്ലാബ് വറുത്തു പ്രലോഭിപ്പിച്ചു. ബോള് കയ്യപ്പം എന്നൊക്കെ പറയും, ഞങ്ങൾ സ്ലാബ് എന്ന് പറയും. തീയിലും കൂട്ടിയിട്ട് ഞാൻ അത് കഴിച്ചു. പയറും അച്ചാറും പപ്പടവും കഞ്ഞിയും ഒക്കെ റെഡിയായിട്ടിരിപ്പുണ്ട് കേട്ടോ. ഇത് ഞാൻ കഴിക്കുന്നത് കണ്ടപ്പോൾ കുക്കു സാറിനും അത് മതി. അവന് പിന്നെ ഷുഗറിൻ്റെ കൂടെ വേണമെന്നും പറഞ്ഞിട്ട് അവനത് കഴിച്ചു. ബാക്കി ഒരു പിടി ഉപ്പുമാവ് വരുന്നതാണ് അമ്മ കഷ്ടപ്പെട്ട് അവിടെ ചവച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ആലൻ എത്തി. ആലൻ മാത്രമാണ് രാത്രി കഞ്ഞി കുടിച്ചത്. ബാക്കി കഞ്ഞി ഞാൻ നാളെ ഫ്രൈഡേ അല്ലേ പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാച്ചാറുള്ള സ്ഥിതിക്ക് ഇനിയിപ്പോൾ എന്നും പഴങ്കഞ്ഞി കിട്ടിയാലും യാതൊരു കുഴപ്പവുമില്ല. അങ്ങനെ കുറച്ച് കഞ്ഞിയും കുറച്ചധികം പയറും ഒരു പപ്പടവും, പപ്പടം ബാക്കി 2 ഇരിപ്പുണ്ട്. അപ്പോൾ നാളത്തേക്ക് പപ്പടവുമായി. കുക്കുവും കഴിച്ചില്ലല്ലോ. എനിക്കും കുക്കുവിനും കൂടെ കഞ്ഞി കുടിക്കാനായിട്ടാണ് അമ്മ 3 പപ്പടം കാച്ചി വെച്ചത്. പിന്നെ മാങ്ങ അച്ചാറും ഒക്കെ എടുത്ത് ആലനുള്ള ഫുഡ് ഞാൻ ദേ കൊണ്ടു കൊടുക്കുവാണ്. ഇപ്പോൾ ഞങ്ങൾ അവിടെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത്തിരി ന്യൂസ് കണ്ട് പേടിക്കാമെന്ന് കരുതി. ഞാൻ ഈ ഒരു ടൈമിലും ഒക്കെ ഇങ്ങനെ ആ വീഡിയോയുടെ വ്യൂസ് കൂടുന്നുണ്ടോ അതിങ്ങനെ ആ സ്റ്റാറ്റിസ്റ്റിക്സും അനലിറ്റിക്സും ഒക്കെ YT സ്റ്റുഡിയോയിൽ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പാമ്പേഴ്സൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുത്തെ പാട്ട് കച്ചേരിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതോ ഒരു ന്യൂസ് കണ്ട് ഞാൻ ഞെട്ടിയതാണ് ആ ഇരിക്കുന്നത്. ഏതാണെന്ന് ഞാൻ മറന്നുപോയി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് യാതൊരു പരിപാടികളും ഇല്ല. ഞാൻ കഞ്ഞി എടുത്തിട്ട് വന്നപ്പോഴേക്ക് അമ്മ നിലുവിനുള്ള അമൃതവും കാച്ചി കിച്ചനൊക്കെ അവിടെ ഒതുക്കുന്നുണ്ട്. ഏതോ ഒരു കഷ്ണം പേപ്പറും പിടിച്ചിട്ട് പടം വരയ്ക്കാനായിട്ട് വന്നതാണ്. അവിടെ നിന്ന് ഇനി മാറ്റിയില്ലെങ്കിൽ അലനെ കഞ്ഞി കുടിക്കാൻ സമ്മതിക്കത്തില്ല. ഈ പിള്ളേരുടെ കൈ ഫുഡിലെത്തുന്നത് വളരെ ഫാസ്റ്റായിട്ടാണെന്ന് പറയത്തില്ലേ, അത് ശരിയാണ്. അവൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. പിന്നെ ഞാൻ പതുക്കെ ഒരു നയത്തിന് വിളിച്ച് എൻ്റെ അടുത്തിരുത്തി. എന്നിട്ട് ഏതൊക്കെയോ പടം വരയ്ക്കാനൊക്കെ പറഞ്ഞു. വരപ്പത്ര അങ്ങോട്ട് നീറ്റ് ആവുന്നില്ലെങ്കിലും പെൻസിൽ ഹോൾഡിംഗ് ഒക്കെ ഇത്തിരി ഇമ്പ്രൂവ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ക്രയോണൊക്കെ കൊടുത്ത് തുടങ്ങണം മുട്ടയ്ക്ക്. അങ്ങനെ കുറച്ച് നേരം പിന്നെ എൻ്റെ വിഷമമെല്ലാം അവൻ്റെ തലമണ്ടയ്ക്കകത്തോട്ട് കുത്തിയിറക്കി ഒരു ഉമ്മ അങ്ങ് കൊടുത്തു. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും കമൻറ്റ് ഇട്ട് എന്നെ മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ഒരുപാട് താങ്ക്സ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.